മോഡിയും പിണറായി തമ്മിൽ നല്ല മത്സരം നടക്കുന്നത്. മോഡിയുടെ പിറന്നാളായിരുന്നല്ലോ സെപ്റ്റംബർ 17-ാം തീയതി. കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് ഇടയ്ക്കൊരു പത്രക്കുറിപ്പ് നിങ്ങൾ കണ്ടല്ലോ, സർക്കുലർ. ആ സർക്കുലർ പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി വരെ ഗാന്ധിയുടെ ഫിലിം കാണിക്കാനല്ല പറഞ്ഞത്. സാക്ഷാൽ നരേന്ദ്രമോദിയുടെ ചെറുപ്പകാലത്തെ ജീവിതം ചിത്രീകരിക്കുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമ എല്ലാ CBSE സ്കൂളിലും പ്രദർശിപ്പിച്ചുകൊള്ളണം എന്ന ഉത്തരവാണ് മാനവ വിഭവശേഷി വകുപ്പ് കൊടുത്തിരിക്കുന്ന സർക്കുലർ. അത് ഒക്ടോബർ 2 പോലും മനസ്സിലാക്കിക്കൊള്ളണം. സെപ്റ്റംബർ 7 മുതൽ ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ജന്മദിനം വരെ അത് നടത്തണമെന്നാണ്. ഇതിന്റെ മറ്റൊരു ആവർത്തനമാണ് കേരളത്തിലെ സിലബസുകളിൽ കാവ്യവൽക്കരിക്കാനും അതിനെതിരായിട്ടുള്ള പോരാട്ടം എന്ന നിലയിൽ തങ്ങളുടെ ആശയങ്ങൾ കുത്തിനിരത്താനുള്ള പിണറായി സർക്കാരിന്റെ ശ്രമവും കൂടി ഉണ്ടാക്കിയത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ക്വാളിറ്റി ഇല്ലാതാക്കാനുള്ള പരിശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഈ പ്രതിസന്ധി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഉണ്ടാക്കിയ വൻ പുരോഗതികളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം 10 വർഷം നടത്തുന്നതിന്റെ പരിണിത ഫലമാണ് ഈ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ബ്രെയിൻ ഡ്രെയിൻ.